എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനൊരു വന്നേക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാനും നമ്മൾ ഈ പറയുന്ന വെയിലത്ത് മുമ്പ് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം പക്ഷിമൃഗാദികളുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ വെള്ളം കൊടുത്തു വിടുന്നത്, ചേട്ടന്മാരുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോകുമ്പോൾ അവരുടെ വെള്ളം കൊടുത്തു വിടുന്നത്, ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ വീട്ടുകാരൊക്കെ വെള്ളമൊക്കെ കൊടുത്തു വിടുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും വീടുണ്ട്, വീട്ടിൽ ടെറസുണ്ട്. അപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നല്ല നല്ല പ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ടെറസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈശ്വരാനുഗ്രഹം കിട്ടാൻ വേണ്ടി ഒരു ഒരു എളുപ്പ വഴിയാണ്. ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്നൊരു നല്ലൊരു കാര്യം കൂടിയാണ്. ആ ഒരു മെസ്സേജാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ടെറസ് ഉണ്ടെങ്കിൽ ഒരു വലിയ ബേസത്തിനകത്ത് ഇച്ചിരി വെള്ളം ടെറസിൻ്റെ മേളിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഉത്തമമായിരിക്കും. കാരണം അലഞ്ഞു കിടക്കുന്ന കാക്കകൾ ഇല്ലെങ്കിൽ പക്ഷികളൊക്കെ അതൊരു കുടിക്കും, ഇല്ലെങ്കിൽ ഈ പക്ഷികൾ അതിനകത്തൊന്ന് കുളിക്കും. അപ്പോൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ്, നമ്മൾ ചെയ്യുന്ന നന്മകൾ ഈശ്വരൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പക്ഷിക്ക് നമ്മുടെ ഗ്രഹത്തിൽ നിന്നൊരു വെള്ളം കിട്ടിയില്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്ക് അതിനൊരു സന്തോഷവും, അതിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കും നമുക്ക് ഈ പറയുന്ന ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, കാക്ക കുളിക്കുന്നുണ്ടോ ദോഷമെന്ന് പറയും. അങ്ങനെ ഒരു കേട്ടുകേൾവിയുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു ചേച്ചിയുടെ വെച്ച് കാക്ക കുളിക്കുന്നുണ്ടോ ദോഷം, എൻ്റെ കാരണം പറയുമ്പോൾ അമ്മമ്മയ്ക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ആ പഴയ ചേച്ചിക്ക് അറിയത്തില്ല. അതിങ്ങനെ കേട്ടുകേൾവിയാണ്. കാക്ക കുളിക്കുന്നുണ്ടോ ദോഷമെന്ന്. ഒരു കാര്യം ശ്രദ്ധിക്കുക, കാക്ക കുളിക്കുന്നുണ്ടോ ദോഷമല്ല. കാക്ക ശനീശ്വരൻ്റെ വാഹനമാണ്. സംസ്കൃതത്തിൽ കാകൻ എന്ന് പറയും. ഈ പറയുന്ന കാക്ക കുളിക്കുന്നുണ്ടോ ദോഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന എന്താ പറയുക, നമ്മൾ കർക്കിടകവാവിന് കാക്കയെ കൈകുട്ടി വിളിക്കാറുണ്ട്, വാ വാ വാ. അപ്പോൾ കാക്കയെ കൈകുട്ടി വിളിക്കുമ്പോൾ കാക്ക നമ്മൾ ആട്ടിയെ ഓടിക്കുന്ന കാക്കനാണ് അന്നത്തെ ദിവസം കാക്ക. അന്ന് കാക്കയ്ക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ അന്ന് നമ്മൾ കൈകുട്ടി വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ കാക്കയെ വിളിക്കുന്നത്. അപ്പോൾ കാക്ക ശരിക്കും പറഞ്ഞാൽ ശനിയുടെ വാഹനമാണ്. കാക്കയെ പരിപാലിക്കുവാണെങ്കിൽ ശനീശ്വരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശനിദോഷത്തിനൊരു 100% 60% മാറ്റം കിട്ടുന്നു. അപ്പോൾ ഈ കാക്കകളും ഒപ്പം തന്നെ വരുന്ന പക്ഷിമൃഗാദികളും ആ ഒരു വെള്ളം ഉപയോഗിക്കുകയും കുളിക്കുകയും ചെയ്യും. അത് 2-3 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം കൂടുമ്പോൾ നമുക്ക് ടെറസിൽ കയറി നമുക്ക് വെള്ളം മാറ്റി വെക്കാം. ഒപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഈശ്വരൻ്റെ ആയിട്ടുള്ളൊരു കവചവും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ഒപ്പം തന്നെ നമുക്ക് നല്ല കൗതുകമായ ഒരു കാഴ്ചകളും കാണാം. പക്ഷികളൊക്കെ വന്ന് കുളിക്കുന്നുണ്ടല്ലോ, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലാതെ ഉള്ളവർക്ക് കുറേ പൈസ കൊടുത്ത് സഹായിക്കുക, പിന്നെ വീണ്ടും ഈ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കുന്ന ചിലർക്കൊരു സ്വഭാവമുണ്ട്. കാരണം ആദ്യമേ ചില ആൾക്കാർ പൈസ നമുക്ക് സാലറി കിട്ടുമ്പം ഇല്ലാത്ത ബന്ധങ്ങൾ പറഞ്ഞ് ഇല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ അടുത്ത് കൊടുക്കും. കാരണം സാലറി കിട്ടുമ്പോൾ കടം കൊടുക്കുമല്ലോ, പിന്നെ അവരുടെ കൂടെ 10 തവണ ചോദിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അവൻ കാശ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളത്തെ ശത്രു അവനാണ്. അപ്പോൾ അതിലും എത്രയും നല്ലതാണ് നമുക്ക് ഈ അലഞ്ഞു കിടക്കുന്നത്. നമ്മൾ തെരുവിൽ അലയുന്ന പട്ടികൾക്കൊന്നും ഭക്ഷണം കൊടുക്കുമെന്ന് പറയുന്നൊന്നുമില്ല. ഈ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഒരു വലിയ ബേസം വെക്കുക. ആ ബേസത്തിൽ പക്ഷികളൊക്കെ വന്ന് കുളിക്കും. അപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നത്. അപ്പം ഭക്തജനങ്ങൾ ഇത് പരമാവധി ഇത് എല്ലാവർക്കും ചെയ്യുക. നമ്മൾ മഹാദേവനെ പ്രാർത്ഥിച്ച് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ മഹാദേവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജീവിതത്തിൽ പ്രപഞ്ചത്തിൽ പെട്ട ഒരു ദൈവമാണ് മഹാദേവൻ. മഹാദേവൻ അറിയാതെ ഒരു ഇല പോലും പൊഴിയത്തില്ല, ഈശ്വരൻ അറിയാതെ. ലോകഗുരുവും കൂടെയാണ് മഹാദേവൻ. അപ്പോൾ മഹാദേവനെ പ്രാർത്ഥിച്ച് ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ട്. ഒപ്പം തന്നെ അവിടെ കുളിച്ചിട്ട് പോകുന്ന പക്ഷികളുടെയും ഒരു അനുഗ്രഹം നമ്മുടെ വീടിന് ഉണ്ടാകും. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇന്ന് തന്നെ നമ്മുടെ ടെറസിൻ്റെ മേളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒപ്പം ജീവിതത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക.